നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. വലിയ സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്നത്തെ ടാക്ടിക്സ് ആരംഭിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ വനിതകൾ വിശ്വകിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. കപിൽ ദേവിനും മഹേന്ദ്ര സിംഗ് ധോണിക്കും ശേഷം ഹർമൻപ്രീത് കൗറിലൂടെ ഒരു ലോക കിരീടം കൂടി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. നമുക്കിപ്പം MSK ഉണ്ട്, ഹാരിസുമുണ്ട്. MSK, ഒരു വലിയ സന്തോഷത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങുന്നില്ല, അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം സന്തോഷത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ടാക്ടിക്സ് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു കിരീടം നേടി എന്നത് തന്നെ. ഇപ്പം വനിതാ ലോകകപ്പ് കിരീടം എന്ന് പറയുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഫൈനലിലെത്തിയിരുന്നു. 2005 ഫൈനലിലെത്തിയിരുന്നു, 2017 ഫൈനലിലെത്തിയിരുന്നു. ആ 2 പ്രാവശ്യവും തോൽവിയായിരുന്നു ഇന്ത്യക്ക് ഫലം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം കപ്പെടുത്തിരിക്കുകയാണ്. ഇപ്പം വൈലോപ്പിള്ളിയൊക്കെ പാടിയതുപോലെ ഹാ വിജിഗീഷു മൃത്യുവിനാവും ജീവിതത്തിന് കൊടിപ്പടം താഴ്ത്താന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അന്ന് തോറ്റിട്ടും കഴിഞ്ഞ ടീമിൽ ഹർമൻപ്രീത് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും 271 എടുത്ത് സെമി ഫൈനലൊക്കെ കഴിഞ്ഞ് അവർക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അന്ന്. അപ്പം ഇന്ന് ആ ഒരു തോൽവിയുടെ ഇതൊക്കെ മാറ്റിവെച്ചു ഇന്ത്യ വിജയത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് വിജയം തന്നെയാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ പിന്നെ ഒരു ഘട്ടത്തിലും, അതായത് അവരുടെ ക്യാപ്റ്റൻ മികച്ച ഫോമിൽ കളിക്കുന്ന സമയത്ത് പോലും ഇന്ത്യ അവരുടെ ഒരു പോരാട്ട വീര്യം കൃത്യമായിട്ട് നമ്മൾ കണ്ടൊരു മത്സരമായിരുന്നു. അതായത് 298 എന്നുള്ളത് ഒരു 10-20 റൺസ് കുറവാണ് ശരിക്കും ഇന്ത്യയുടെ ടോട്ടൽ. അവരും പക്ഷേ എന്നിട്ടും ആ ഒരു പിന്നെ ഇന്ത്യയുടെ ചില ചേഞ്ചുകളൊക്കെ നന്നായിട്ട് വന്നു. എസ്പെഷ്യലി ഷഫാലിയുടെ വരവ്. ആദ്യ ഈ പ്രതികാർ റാവൽ മാറുന്നു, ഷഫാലി ടീമിലേക്ക് വന്നു കഴിഞ്ഞിട്ട് തന്നെ അവർ ഫൈനലിലേക്ക്, ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഇന്നിങ്സാണ്. ഫൈനലിലേക്ക് മാറ്റിവെച്ച ഒരു ഇന്നിങ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അത്ഭുതം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഷഫാലിയുടെ ഇന്നിങ്സ് വരുന്നു. അതുമാത്രമല്ല ഒരു ഘട്ടത്തിൽ അവരുടെ പിന്നെ ക്യാപ്റ്റനും അതുപോലെ 2 ഡൗൺ ആയി വന്ന ബാറ്റ്സ്മാനും മികച്ച രീതിയിൽ, ബാറ്റ്സ് വുമണും മികച്ച രീതിയിൽ കളിക്കുന്ന സമയത്ത് ഷഫാലിയെ ഇതേപോലെ തന്നെ ഒരു ചേഞ്ചായിട്ട് ബോളിംഗ് ഹർമൻപ്രീത് കൗർ ബോൾ കൊടുക്കുന്നു. ഷഫാലി 2 വിക്കറ്റുകൾ നേടുന്നു. ആ ഓവറിലും അതിൻ്റെ തൊട്ടടുത്ത ഓവറിലും വിക്കറ്റുകൾ നേടുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു അത്ഭുതമായി ഷഫാലി അവതരിച്ചൊരു മത്സരമായിരുന്നു ഈ ഒരു മത്സരം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്നൊരു വിജയമാണിത്. ഉറപ്പായിട്ടും ഹാരിസ്, ഒരുപാട് ഇമോഷൻസ് ഒരുപാട് കണ്ട മൊമെൻറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. എങ്ങനെയാണ് ഒരു ഫൈനൽ ആ ഒരു കിരീട ധാരണയൊക്കെ കാണുന്നത്? എനിക്ക് തോന്നുന്നു പിന്നെ ആ അവസാനത്തെ ക്യാച്ച് ഉണ്ടല്ലോ ക്ലർക്കിൻ്റെ, അതൊരു നിർണായക വിക്കറ്റാണോ എന്നൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയെ 3 ടീമുകളാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ദക്ഷിണാഫ്രിക്ക, പിന്നെ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ. അന്ന് പിന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പ്രോട്ടീസിനോട് പൊട്ടുന്ന സമയത്ത് 8ാമതായി ഇറങ്ങിയ ഈ ക്ലർക്കാണ് പിന്നെ ദക്ഷിണാഫ്രിക്ക ജയിപ്പിക്കുന്നത് 86 റൺസ് അടിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ 8ാമത് ഇറങ്ങിയ ഒരു ബാറ്റ്സ്മാൻ, പിന്നെ ബാറ്റർ, പിന്നെ അവർ പൊട്ടിക്കുന്ന സമയത്ത് അവർ ക്രീസിൽ നിൽക്കുക, സ്വാഭാവികമായിട്ടും ഇനി ഒരു വിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും നമുക്ക് ആശങ്ക തന്നെയാണെന്നാണ്. അപ്പോൾ കൗറിൻ്റെ ഉള്ളിൽ ആശങ്ക ഉണ്ടാവും. കൗർ തന്നെയാണ് ആ ക്യാച്ച് എടുത്ത് പുറത്താക്കുന്നതെന്നാണ്. കൗറിനെ സംബന്ധിച്ച് ഇതൊരു ഒരു ഗ്രേറ്റസ്റ്റ് കംബാക്ക് എന്നൊക്കെ പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 3 മത്സരം തോൽക്കുമ്പോഴേക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അന്നൊരു ക്യാമ്പയിൻ പോലെ ഉണ്ടായിരുന്നു, ഗോ ബാക്ക് ടു ദ കിച്ചൺ, നിങ്ങൾ പിന്നെ അടുക്കളകളിലേക്ക് തിരിച്ചു പോകൂ എന്നൊക്കെ പറഞ്ഞാൽ 3 തോൽവികൾ കൊണ്ട് തന്നെ എഴുതി തള്ളിയവരെയാണ് നമ്മൾ. 2 മനോഹരമായ വിജയങ്ങൾ എന്ന് തന്നെ പറയാൻ സാധിക്കും. സെമി ഫൈനലിലൊക്കെ നമ്മളുടെ ജയം ദ ഗ്രേറ്റസ്റ്റ് വിൻസ്, പിന്നെ വുമൻസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ വിജയം. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഇപ്പോൾ ഈ ഷഫാലി വർമ്മയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, പിന്നെ കൗറിൻ്റെ ഇടപെടലുകൾ ഇന്നലത്തെ മത്സരത്തിൽ വളരെ നിർണായകമായിരുന്നു എന്ന് പലകുറി നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഷഫാലി ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതിനു മുമ്പ്, ഇന്നലത്തെ മത്സരത്തിന് മുമ്പ് വെറും 14 ഓവറുകളാണ് ഷഫാലി ക്രിക്കറ്റ് ചരിത്രത്തിൽ എറിഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ മത്സരത്തിന് ശേഷം കൗറിനോട് സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഷഫാലി എറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ മൊമെന്റിന് മുമ്പ് പിന്നെ ഷഫാലി ഇങ്ങനെ നിൽക്കുന്ന കാണുന്ന സമയത്ത് 20ാം ഓവറിലേക്ക് അടുക്കുമ്പോൾ കൗർ ഷഫാലിക്ക് അടുത്തേക്ക് വരുന്നുണ്ട്, പന്തറിയാൻ തയ്യാറാണോ? അപ്പോൾ ഷഫാലി പിന്നെ കൗർ മത്സരത്തിന് ശേഷം പറയുന്നുണ്ട്, ബാറ്റിങ്ങിൽ നന്നായി ഡെലിവറി ചെയ്ത സമയത്ത് എനിക്കിന്ന് തോന്നി ഇത് ഷഫാലിയുടെ ദിവസമാണ് എന്ന്. അങ്ങനെ എറിഞ്ഞ ആദ്യത്തെ 2 ഓവറിൽ തന്നെ ബ്രേക്ക് ത്രൂ ആണ്, അതിലാണ് കളി തീരുന്നത് എന്നാണ്. പിന്നെ കുറേ അധികം മൊമെൻ്റ് പിന്നെ ദക്ഷിണാഫ്രിക്കയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ അവരുടെ ക്യാപ്റ്റൻ എടുത്തു പറഞ്ഞാൽ മതിയാവും. ഒരു പാറ്റ് കംസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കളിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു, ഇന്ത്യൻ ക്രൗഡിനെ നിശബ്ദമാക്കിക്കൊണ്ടൊരു കിരീടം അണിയുക എന്ന് പറയുന്നാൽ അതിനേക്കാൾ സംതൃപ്തി തരുന്ന, അതിനേക്കാൾ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ഇല്ല എന്ന് പറയുകയും അവരാ നേട്ടത്തിലേക്ക് എത്തുമോ എന്ന് തോന്നിച്ചൊരു ഘട്ടത്തിലാണ് അവസാനം നമ്മൾ ആ കൈവിട്ട് പോയി എന്ന് തോന്നുന്ന ആ ക്യാച്ചിൽ നമ്മൾ കളി തിരിച്ചു പിടിക്കുന്നത്, ചരിത്രം എഴുതുന്നത് എന്നാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ എന്നല്ല, ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഇതൊരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നത്.
അടയാളപ്പെടുത്തപ്പെടുമെന്നാണ്. ഒരുപാട്, അതായത് ഒരുപാട് താരങ്ങൾ ഇതിനകത്ത് വലിയ കംബാക്കുകൾ. ഇപ്പോൾ ഹർമനെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹർമൻ്റെ ചില തീരുമാനങ്ങൾ പലപ്പോഴും ധോണി ഓർമ്മിക്കുന്ന തരത്തിൽ. ഇപ്പോൾ ഷഫാലിക്ക് ബോൾ കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഫൈനൽ ഓവർ അല്ലെങ്കിൽ പോലും ജോഗീന്ദർ ശർമ്മയെ ധോണി പന്ത് ഏൽപ്പിച്ച് അവിടെ അത്ഭുതം കാണിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു മൊമെൻറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെ വെറും 14 ഓവർ മാത്രമേ അവർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എറിഞ്ഞിട്ടുള്ളൂ, ഒരു വിക്കറ്റേ നേടിയിട്ടുള്ളൂ. ക്രൂഷ്യൽ വരുന്നു, 2 നിർണായക ബ്രേക്ക് ത്രൂ പാർട്ണർഷിപ്പുകൾ പൊളിക്കാൻ ഷഫാലിക്ക് കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ പല താരങ്ങളുടെ, ഇപ്പോൾ ഷഫാലിയുടെ തന്നെ തിരിച്ചു ഷഫാലി അതിനൊരു 7 ദിവസം മുൻപ് മാത്രം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളെല്ലാം ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ഷഫാലിയാണ്. റിസർവ് ടീം പോലും ഇല്ല. പിന്നീട് പെട്ടെന്ന് പ്രതികാരാവിലിന് പരിക്കേൽക്കുമ്പോൾ ഷഫാലി തിരിച്ചുവരവിൽ സെമിയിൽ പക്ഷേ അവർക്ക് കാര്യമായിട്ടൊന്നും നേടാൻ കഴിഞ്ഞില്ല. 10 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞത്. അപ്പോഴും ഹർമനെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫോം ഔട്ട് പ്ലെയർ എന്തുകൊണ്ട് കളിപ്പിക്കുന്നു, ഇത്രയും ക്രൂഷ്യൽ മാച്ചിൽ കളിപ്പിക്കുന്നതിനോട്. പക്ഷേ ഫൈനലിലെത്തിയപ്പോഴേക്ക് ഷഫാലിയുടെ ദൗത്യം എന്താണെന്നുള്ളത് ഷഫാലി കൃത്യമായി തെളിയിച്ചു. 87 റൺസ് ആദ്യം ബാറ്റ് ചെയ്ത് 87 റൺസിൻ്റെ കരിയർ ഹയസ്റ്റ്. ഒരുപാട് റെക്കോർഡുകളും വന്നു. അതായത് ഒരു ICC വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. 21 വയസ്സേ അവർക്കായിട്ടുള്ളൂ. ഒപ്പം തന്നെ ICC ഫൈനലിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ, മെന്നായാലും വുമണായാലും 3ാമത്തെ മികച്ച ടോട്ടലാണ്. അതായത് 97 ഗംഭീറിൻ്റെ, ധോണിയുടെ ഒരു 91. അതിനുശേഷം ഫൈനലിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഷഫാലിയുടെ ഇന്നലത്തെ 87 ആണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് മൊമെൻറ്റുകൾ ഷഫാലിക്കുണ്ട്. മാത്രമല്ല അവർ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയൊരു സമയം കൂടിയായിരുന്നു. അവരുടെ അച്ഛന് സുഖമില്ലാതെയായി ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്താണ് പിന്നീട് അവരെ പരിചയിച്ചുകൊണ്ടൊക്കെയാണ് അവർ വരുന്നത്. വന്നൊരു 2ാമത്തെ മത്സരത്തിൽ തന്നെ ഒരു ഗോട്ട് ലെവൽ പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ തന്നെ ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ ജമീമയെ നമ്മൾ പറഞ്ഞു. ജമീമ ഫൈനലിൽ 24 റൺസാണ് നേടിയിട്ടുള്ളെങ്കിൽ പോലും ഇന്ത്യ ഫൈനലിൽ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച താരമാണ് ജമീമ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് തിരിച്ചു വരുന്നു. ഒരുപാട് ഡിപ്രഷൻ അടക്കമുള്ള ഒരുപാട് അവസ്ഥകളിലൂടെ അവർ കടന്നു പോകുന്നു. അവർ തന്നെ പറയുന്നു, ഒരുപാട് സമയം ഞാൻ റൂമിലിരുന്ന് മറ്റുമൊക്കെ കരഞ്ഞിട്ടുണ്ട്. പല താരങ്ങളും വന്ന്, ഒപ്പം തന്നെ റിലേറ്റീവ്സ് എല്ലാം വന്ന് തന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൊമെൻറ്റിൽ നിന്ന് അവരും ഒരു ഗോഡ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യൻ ടീമിലെ ഓരോ എല്ലാ താരങ്ങൾക്കും പറയാൻ ഓരോ കഥയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം ഈ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മനോഹരമായിട്ടുള്ള രംഗം എന്നുള്ളത് നമ്മുടെ മിതാലി രാജിന് ഇവർ കപ്പ് കൊടുക്കുന്ന രംഗമാണ്. കാരണം മിതാലി രാജ് അത്രയും ആഗ്രഹിച്ചൊരു, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ വനിതാ ക്രിക്കറ്റിലെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ മിതാലിയുടെ ചിത്രം തന്നെയാണ്. അത്രയധികം റൺസുകൾ, അത്രയധികം റെക്കോർഡുകൾ. 2005 അവർ ഫൈനലിൽ എത്തിയിരുന്നു, അന്ന് കപ്പ് കിട്ടിയില്ല. 2017 അവർ ടീമിലുണ്ടായിരുന്നു, അന്നും കപ്പ് കിട്ടിയില്ല, അന്നും ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ഇത് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഏതാണ്ട് 20 വർഷത്തോളം നീണ്ട ഒരു കരിയറായിരുന്നു അവർ. 99 അവർ അരങ്ങേറ്റം കുറിച്ചത്. കഴിഞ്ഞ 2 വർഷം മുമ്പെങ്ങാനാണ് വിരമിച്ചത്. അപ്പോൾ അത്രയും സുദീർഘമായൊരു കരിയറിന് ശേഷം അവർക്ക് ലോകകപ്പ് കിട്ടാതെ നിൽക്കുന്ന സമയത്ത് അവരുടെ ടീമിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ ശിഷ്യകളായ ഹർമൻപ്രീത് കൗറും സ്മൃതി മന്ദാനയും മറ്റുമൊക്കെ ചേർന്നിട്ട് ഈ കപ്പ് നമ്മുടെ മിതാലി രാജിന് കൊടുത്തൊരു മൊമെന്റ്, അതുപോലെ അതൊരു ഭയങ്കര മൈൻഡ് ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. പിന്നെ ഉള്ളത് എടുത്തു പറയേണ്ട മറ്റൊരാൾ ദീപ്തി ശർമ്മ. കാര്യം കൂടി ചെറുതൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ശ്രീകാന്തിനോട് മിതാലിയുടെ അരങ്ങേറ്റ സമയത്തായിരുന്നു വിമൻസ് ക്രിക്കറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയാണ് ശ്രീകാന്ത് പറയുന്നത്, വനിതാ ക്രിക്കറ്റോ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞൊരു പുച്ഛഭാവത്തിൽ ആ സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു ഓർഡിനറി പേഴ്സൺ ആണെങ്കിൽ ഒരു ഓർഡിനറി പേഴ്സൺ ആണെങ്കിൽ പോലും നമുക്കത് സഹിക്കാൻ വന്നിരുന്നു. പക്ഷേ ഇന്ത്യയെ നയിച്ച ഒരു താരമാണ് പറയുന്നത് വനിതാ ക്രിക്കറ്റ് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നത്. ഭയങ്കര പുച്ഛഭാവത്തിലാണ് പറയുന്നത്. പിന്നീട് മിതാലി, അതായത് ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾക്ക് തുല്യമായ രീതിയിൽ വേതനത്തിലേക്ക് വരുന്നു. വിമൻസ് പ്രീമിയർ ലീഗ് അടക്കമുള്ളവ ഇവിടെ തുടങ്ങുന്നു. പുരുഷ താരങ്ങളുടേത് സമാനമായിട്ടുള്ള ആരാധക കൂട്ടം വനിതാ താരങ്ങളും സ്വന്തമാക്കുന്നു. പുരുഷ താരങ്ങളെക്കാൾ കൂടുതൽ കാണികളെ എത്തിക്കാൻ പോലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇന്ത്യയുടെ വനിതാ ടീമിൻ്റെ മത്സരങ്ങൾക്ക് ഇടക്കാലത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സംസ്കാരം വളർന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് വച്ചിട്ടുള്ള താരം തന്നെയാണ് മിതാലി എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ മിതാലിയെ പോലെ എടുത്തു പറയേണ്ട മറ്റു പലരെന്ന് പറയുമ്പം ദീപ്തി ശർമ്മയാണ്. നമ്മൾ 2011 ലോകകപ്പിൽ, ഏകദിന ലോകകപ്പിൽ യുവരാജ് സിംഗ് എന്താണോ ഇന്ത്യക്ക് നൽകിയത് ആ ടൈപ്പ് പെർഫോമൻസ് ആയിരുന്നു അവർ. 215 റൺസും. ഈ ടൂർണമെന്റിൽ ദീപ്തി ഫസ്റ്റ് മത്സരം തുടങ്ങുന്നത് 50 കൊണ്ടാണ്, 50 റൺസ് 3 വിക്കറ്റും. ഈ ടൂർണമെന്റ് അവസാനിപ്പിക്കുന്നത് 50 റൺസും 5 വിക്കറ്റും കൊണ്ടാണെന്നാണ്. 22 വിക്കറ്റുകൾ. അതുപോലെ എടുത്ത് പറയേണ്ട മറ്റൊരു പേരാണ് റിച്ച ഘോഷിന്റെ എന്നതാണ്. അത് ആരും എടുത്തു പറയാത്തൊരു പേരാണ്. അവരൊക്കെ ശരിക്കും ഈ ടൂർണമെന്റ് 11 എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വുമൻസ് ക്രിക്കറ്റിനെ കുറിച്ച് പറയാറുള്ളത് ഇങ്ങനെ ഭയങ്കരമായിട്ട് അഗ്രസീവായി ഇത് കളിക്കുക
കടിക്കാൻ കഴിയില്ല, അധികം സിക്സറുകളൊന്നും പെറുക്കാറില്ല. പക്ഷേ ഈ ടൂർണമെൻറ്റിൽ അവരടിച്ചിട്ടുള്ള പിന്നെ അവർ കുറിച്ചിട്ടുള്ള വലിയ റെക്കോർഡ് എന്ന് പറയുന്നത് പിന്നെ ഒരു ലോകകപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം എന്നാണ്. ഒരു ഫൈനൽ ഓവറുകളിലൊക്കെ വന്നിട്ട് അവരുടെ ഫിയർലെസ് അപ്രോച്ച്, ഇന്നലത്തെ മത്സരത്തിൽ 34 റൺസ് അടിക്കുന്നുണ്ട്, 2 സിക്സറുകൾ അടിക്കുന്നുണ്ട്. എല്ലാ മത്സരത്തിലും ഓസ്ട്രേലിയക്കെതിരെ അവർ മനോഹരമായി കളിച്ചിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ മത്സരത്തിലും ഒരു അവസാന ഓവറുകളിൽ ഇന്ത്യൻ സ്കോറിനെ ഉയർത്തുന്നതിൽ റിച്ച ഘോഷിന്റെ പങ്ക് വലുതായിരുന്നു എന്നുള്ളതാണ്. ഒരു ക്രൂഷ്യൽ ഫിനിഷർ ആയിരുന്നു. നമ്മള് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫിനിഷർ ആയിരുന്നു റിച്ച ഘോഷ്. ഉറപ്പായിട്ടും. അതുപോലെ ഒരുപാട് പേരുകൾ നമ്മൾ ആരും വിട്ടുപോകാനും പാടില്ല. ഇപ്പോൾ സ്മൃതി മന്ദാന ഒരുപാട് നാളായിട്ട് ഇന്ത്യ വളരെ ആശ്രയിക്കുന്ന ഒരു താരമാണ്. ഈ ടൂർണമെന്റിലെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറാണ് അവര്. മിതാലി രാജിന്റെ ഒരു നേട്ടം കൂടിയാണ് പറയുക. ഒരു ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന 2017 ലോകകപ്പിലെ മിതാലി രാജിന്റെ പെർഫോമൻസ് ആണ് സ്മൃതി മറികടന്നിട്ടുള്ളത്. അങ്ങനെ എത്രത്തിൽ എല്ലാവർക്കും ഓരോ കഥ പറയാനുണ്ട്. എല്ലാവർക്കും ആ കിരീടത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കംബാക്കിന്റെ ഒരു സാധനം കൂടിയുണ്ട്. നമ്മൾ ആദ്യം നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ തുടക്ക മത്സരങ്ങളിൽ 2-3 തോൽവികളായപ്പോൾ നമ്മൾ ടാക്ടിക്സിൽ അടക്കവും ഇവർ ഫൈനലിൽ എത്തുമോ അല്ലെങ്കിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് എത്തുമോ എന്നൊക്കെ സന്ദേഹിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ സന്ദേഹിച്ചാൽ ഞാൻ തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന ഒരു ലോകകപ്പിൽ വെറുതെ ഇവർക്കൊക്കെ പണം കൊടുക്കുന്നത് അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ലോകകപ്പിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ കിരീടം പ്രതീക്ഷിച്ചിരുന്നു. എന്നിട്ടും അവരൊരു കംബാക്ക് ഇപ്പോൾ 1992 പാകിസ്ഥാൻ ഇതുപോലെ കിരീടം നേടിയൊരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു, ലോകകപ്പ് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തുടർച്ചയായ തോൽവികളൊക്കെ ആയിട്ട് അവർ ഈ ടൂർണമെന്റിൽ നിന്നും പുറത്താവും എന്ന ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ മറ്റ് മത്സരങ്ങളൊക്കെ ജയിച്ചുകൊണ്ട് കപ്പ് ഇംഗ്ലണ്ടിനെ തകർത്തുകൊണ്ട് കപ്പ് നേടുന്നത്. ശരിക്കും അങ്ങനെ ഒരു കംബാക്ക് തന്നെയാണ്, ആ രീതിയിലൊരു കംബാക്ക് തന്നെയാണ് ഈ ഇന്ത്യൻ വിമൻസ് ടീമിന്റെ. അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളെ പോലെ തന്നെ എടുത്തു പറയേണ്ട ഈ വോൾവാട്ടിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു 7 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് 30+ സ്കോർ, ഒരു 2-3 50കൾ, അത് സെമിയിലും ഫൈനലിലും തുടർച്ചയായി സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത് ശരിക്കും ക്രൂഷ്യൽ മത്സരങ്ങളിൽ സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണല്ലോ. ഭയങ്കര രസമുള്ള ബാറ്റിംഗ് ആണ്, സ്റ്റൈലിഷ് ബാറ്റിംഗ് ആണ്. അവര് ഗ്രീസിലുള്ള സമയത്തൊക്കെ ഇന്ത്യ പേടിച്ചിട്ടുണ്ട്. 7ാം നമ്പറിൽ അവർ പുറത്താകുമ്പോൾ മാത്രമാണ് ഇന്ത്യ ഒന്ന് ആശ്വസിക്കുന്നത്. അത്രമാത്രം തോന്നിച്ച ഘട്ടത്തിലാണ് ലോറ ഉണ്ടായിരുന്നത്. അതെ, ഇന്നലത്തെ മത്സരത്തിൽ അവരുടെ ക്യാച്ചറിംഗ് സമയത്ത് കമന്ററി ബോക്സ് എന്ന് കേട്ടത് അവർ ഈ മത്സരത്തിൽ അടിച്ച ആദ്യത്തെ പൂർ ഷോട്ട് അതായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ക്ലാസിക്കായി, അത്രയ്ക്കും മനോഹരം, അത്രയും സൂക്ഷ്മതയോടെ കളിക്കുന്ന, ശരിക്കും നമ്മൾ ജയത്തിലേക്ക് അവർ കൊണ്ടുപോകുന്ന തന്നെ വിചാരിച്ചു. പക്ഷെ ആ ഷോട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അത് ഏറെക്കുറെ മതിയായിട്ട് അടിച്ച ഷോട്ടാണെന്ന് തോന്നിയിരുന്നത്. അല്ല, അവർ പക്ഷെ നല്ലൊരു ചേസിങ്ങിനെയാണ് അവർ കൊണ്ടുപോയത്. ആ റൺഔട്ടാണ് ഏറ്റവും നിർണായകം. ഫസ്റ്റ് ഓപ്പണേഴ്സ്, കാരണം അവർ രണ്ടുപേരും നല്ല രീതിയിൽ റണ്ണൗട്ടോട് കൂടി അവരുടെ മൊമെന്റം നഷ്ടപ്പെട്ടു. പക്ഷെ അപ്പുറത്ത് ആ സമയത്തും അവരുടെ ക്യാപ്റ്റൻ ലോറ മുന്നിൽ നയിക്കുകയാണ്. ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന ഈ വിക്കറ്റുകൾക്ക് പ്രത്യേക ഒരു മികച്ചൊരു ഡൈവിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു റൺഔട്ടിലൂടെ ഒക്കെ ലഭിക്കുന്ന വിക്കറ്റുകൾക്ക് ബൗളിംഗ് ടീമിന് ഭയങ്കര കോൺഫിഡൻസ് നൽകും. ഇന്ത്യക്ക് ലഭിച്ചു അതാണ്. തുടക്കത്തിൽ അവർ വളരെ കൂളായിട്ട് 50 പാർട്ണർഷിപ്പൊക്കെ കയറി പോകുന്ന 9 ഓവർ തന്നെ 50 കിടക്കുന്നുള്ള രീതിയിലെത്തിയപ്പോഴേക്ക് ഇന്ത്യ കുറെ കൈവിട്ട് പോകുമോ എന്നൊക്കെ തോന്നിച്ച ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു റൺഔട്ട് വരുന്നത്. ആ റൺഔട്ടിൽ ഇന്ത്യക്ക് ഭയങ്കരമായ ഒരു ഊർജ്ജം ലഭിക്കുന്നുണ്ട്. എല്ലാം ഇന്ത്യക്ക് അനുകൂലമായി ഇന്നലെ വന്നു. ശരിക്കും ഷഫാലി പന്തെടുത്തപ്പോൾ വിക്കറ്റ് ലഭിക്കുന്നു, പിന്നെ ബാറ്റ് ചെയ്തപ്പോൾ അവർ ഡെലിവർ ചെയ്യുന്നു. അത് മാത്രമല്ല ഈ റൺഔട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി, പിന്നെ നമ്മുടെ എന്താ പറയുക, ഇന്ത്യക്ക് അനുകൂലമായി എല്ലാം വന്നു ഭവിച്ചൊരു മത്സരമായിരുന്നു ഇത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരാൾ നമ്മുടെ കോച്ചാണ്. കഴിഞ്ഞ ടാക്ടിക്സിലൊക്കെ നമ്മൾ പറഞ്ഞ അമൂൽ മജൂംദാർ, സച്ചിനൊപ്പം കളിച്ചിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഒരിക്കലും എത്താൻ കഴിയാതിരുന്ന ലെജൻഡറി കരിയർ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞതുപോലെ ചക് ദേ ഇന്ത്യയിലെ ഷാറൂഖ് ഖാൻ്റെ ഒരു അവസ്ഥയാണ്. അതായത് ടീമിനൊപ്പം ഒരിക്കലും കളിക്കാൻ പറ്റാതിരുന്ന ഒരു മനുഷ്യൻ, അയാൾ അവസാനം ഈ വനിതകളെയും കൂട്ടിക്കൊണ്ടൊരു ലോകകപ്പ് തന്നെ ഇന്ത്യക്ക് നേടി തന്നിരിക്കുകയാണ്. അപ്പൊ എല്ലായ്പ്പോഴും നിഴലിലായിരുന്നു അദ്ദേഹം. കാരണം 2 ദിവസം പാഡും കെട്ടി 88 ഷീൽഡ് ട്രോഫിയില്, ഹാരിസ് ഷീൽഡല്ല, മറ്റേ ശാരദാശ്രമം സ്കൂളിന്റെ ഹാരിസ് ട്രോഫി ആയിരുന്നു അത്. അതെ, ശാരദാശ്രമം സ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു കാംബ്ലിയും സച്ചിനും കളിക്കുമ്പോൾ. അത് 2 ദിവസം പുള്ളി പാഡും കെട്ടി നിൽക്കുകയാണ്. പക്ഷേ ഇവര് രണ്ടുപേരും ഔട്ടാവുന്നില്ല. അവർ റെക്കോർഡ് 600+ റെക്കോർഡ് പാർട്ണർഷിപ്പ് ഇറക്കുന്നു. അപ്പോഴെല്ലാം നോക്കിയെന്ന് പിന്നീട് ഡൊമസ്റ്റിക്കില് 11,000 റൺസിന് മുകളിൽ നേടിയിട്ടും ഒരിക്കൽ പോലും ഇന്ത്യൻ ടീമിലേക്ക് വിളി വരുന്നില്ല. അങ്ങനെ പോയി അദ്ദേഹം പിന്നെ മുംബൈയിൽ നിന്ന് മടങ്ങി അദ്ദേഹം അസമിന് വേണ്ടിയെല്ലാം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുന്നു. അത്തരത്തിൽ പക്ഷെ ഒരിക്കൽ പോലും ഇന്ത്യൻ ടീമിലെ അദ്ദേഹം വരുന്നില്ല. ഒരു വലിയ നിരാശയുള്ളൊരു കരിയറായിരുന്നു അദ്ദേഹത്തിന്റെ. ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് നോക്കുമ്പോൾ ഈ കപ്പടിക്കുന്നു, ഈ വനിതകൾക്കൊപ്പം നിൽക്കുന്നു, അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെയുള്ളത് ഈ ഗാലറിയിൽ രോഹിത് ശർമ്മ കൂടി ഉണ്ടായിരുന്നു, സ്പെഷ്യൽ മെൻഷൻ. ഉറപ്പായിട്ടും. അല്ല, രോഹിത്തിന് അത് ഭയങ്കര മൊമെന്റ് ആണ്. കാരണം 2023 ലോകകപ്പ് ഏറെക്കുറെ എല്ലാവരും നമ്മൾ സ്വന്തമാക്കുമെന്ന് തോന്നിച്ച എല്ലാ മത്സരവും ആധികാരികമായി വിജയിച്ചുകൊണ്ട് പോയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ഫൈനലിൽ
100,000-ഓളം വരുന്ന കാണികൾക്ക് മുമ്പിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ തലതാഴ്ത്തി മടങ്ങുകയാണ്. രോഹിത് ശരിക്കും കരഞ്ഞുകൊണ്ട് ആണ് ഡഗൗട്ടിലൂടെ നടന്നു പോകുന്നത്. ഒരു വല്ലാത്ത മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെല്ലാം ആ സന്തോഷം വിഷമം മാറില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു സന്തോഷം രോഹിത്തിന് കിട്ടിയിട്ടുണ്ടാവും. ക്യാമറ കാണിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു മൊമെന്റ്. അത് തീർച്ചയായിട്ടും രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധനമാണ്. ഈ രോഹിത് ശർമ്മ പിന്നെ ഈ വുമൻസ് ക്രിക്കറ്റ് താരങ്ങൾക്ക് രോഹിത് ശർമ്മയുമായിട്ട് ഭയങ്കര കണക്ഷൻ ആണെന്ന് ഇന്നലെ കുറച്ച് ലേഖനങ്ങൾ ഇങ്ങനെ വായിച്ചിരുന്നു. അപ്പോൾ അതിൽ ഈ ജമീമ റോഡ്രിഗസിനും രോഹിത് ശർമ്മയ്ക്കും ഇടയിൽ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജമീമ പറയുന്നുണ്ട് കുറേ കളി 2022 വേൾഡ് കപ്പിലൊക്കെ അവരെ പുറത്താക്കിയിരുന്നല്ലോ. അപ്പോൾ അവരനുഭവിച്ചിരുന്ന കുറേ ഒരു ഡിപ്രഷൻ, അതാണ് കുറേ കാലമായിട്ട് ചർച്ച. അവരനുഭവിച്ചിരുന്ന ഉത്കണ്ഠ, ഇതൊക്കെ ഭയങ്കര ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ആ കാലത്ത് പിന്നെ രോഹിത് ശർമ്മ ജമീമയ്ക്ക് നൽകുന്ന ഉപദേശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ 2011 ലോകകപ്പിൽ പുറത്താക്കപ്പെട്ട ആളാണ് രോഹിത് ശർമ്മ. അപ്പോൾ അന്ന് അദ്ദേഹം കടന്നുപോയൊരു ഡിപ്രഷൻ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ച് ജമീമ റോഡ്രിഗസിന് അദ്ദേഹം കൊടുത്തൊരു ബാക്കപ്പ് ഒക്കെ ഉണ്ട്. ജമീം അത് ഭയങ്കര രോഹിത്തിൻ്റെ ഈ കഥ ഞാൻ കണ്ണ് നിറഞ്ഞാണ് കണ്ടെന്നത്, അത് ജീവിതത്തിൽ വലിയ ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഏറ്റവും അവസാനം പറയുന്നുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ വനിതാ ക്രിക്കറ്റ് താരങ്ങളും ഈ പുരുഷ ക്രിക്കറ്റ് താരങ്ങളും ഈ സീനിയേഴ്സ് ലെജൻസ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് ബാക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഗതിയാണ്. വിരാട് കോഹ്ലിയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലുണ്ട്, രാജ്യത്തെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള പ്രചോദനമാകും ഈ കിരീടം എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മുടെ ടോപ്പ് സീനിയേഴ്സ് എല്ലാവരും ഇത്തരത്തിൽ, സച്ചിനും വന്നിരുന്നു. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ ലെജൻഡറി താരങ്ങളെല്ലാം ഇത്തരത്തിൽ വലിയ സപ്പോർട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ, തിങ്ങി നിറഞ്ഞ ഗാലറി വനിതാ ക്രിക്കറ്റിൽ കാണുമ്പോൾ ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ വേറെ സംഭവം, 2011 നമ്മൾ കിരീടം ചൂടിയത് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. അതിന് തൊട്ടടുത്തുള്ള നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് 34 കിലോമീറ്റർ വുമൻസ് വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത്. അപ്പോൾ 2 ലോക കിരീടം സ്വന്തമാക്കിയതിൽ മുംബൈ നഗരത്തിന് വലിയ പങ്കുണ്ടെന്ന്. മുംബൈനെ കുറിച്ച് പറയുമ്പോൾ മുംബൈ സ്വപ്നങ്ങളുടെ നഗരമാണ്. എല്ലാത്തിൻ്റെയും നമ്മൾ സിറ്റി ഓഫ് ഡ്രീംസ് എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയാണ്. നമ്മുടെ ഈ സ്വപ്നം സഫലമായതും ഇപ്പോൾ മുംബൈയിൽ വെച്ചാണ്. അപ്പോൾ മുംബൈ ക്രിക്കറ്റിൻ്റെയും ഈറ്റിലുമാണ് നമുക്കറിയാം, ബോളിവുഡിൻ്റെയും ഫാഷൻ്റെയും ഒക്കെ ഈറ്റിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 34 കിലോമീറ്ററുകൾക്കിടയിൽ നമുക്ക് 2 ലോക കിരീടം നേടിയിരിക്കുകയാണ്. അത് മാത്രമല്ല ലാസ്റ്റുള്ള ആ ഡാൻസ് കൂടി ഒരു സെലിബ്രേഷൻ, നമ്മളെപ്പോഴും വെറൈറ്റി സെലിബ്രേഷൻ നോക്കാറുണ്ട്. നമുക്കറിയാൻ പറ്റി മെസ്സി കിരീടം നേടിയ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മ ഏതാണ്ട് അതേപോലത്തെ T20 വേൾഡ് കപ്പ് അനുകരിച്ചു. കഴിഞ്ഞ ദിവസം വേറൊരു സ്റ്റൈൽ, അതായത് ഒരു പഞ്ചാബി സ്റ്റൈലിൽ ഡാൻസ് കളിച്ചിട്ടാണ് ഹർമൻപ്രീത് കൗർ ജയ്ഷയുടെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം ഈ കപ്പ് കൊണ്ട് ഇങ്ങനെ ആ ഒരു സ്റ്റൈൽ രസമുണ്ടായിരുന്നു. അങ്ങനെ പുതിയൊരു സെലിബ്രേഷൻ കൂടി അവർ തുടക്കമിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആഘോഷങ്ങൾ തുടരട്ടെ. എന്തായാലും കപിൽ ദേവിനെയും മഹേന്ദ്ര സിംഗ് ധോണിക്കും ഒപ്പം തലയുയർത്തി തന്നെ നിൽക്കുകയാണ് നമ്മുടെ ഹർമൻപ്രീത് കൗറും, ഒപ്പം തന്നെ ഇന്ത്യൻ ടീമും. ഒരുപാട് വിരാട് കോഹ്ലിയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തെ ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനമാകട്ടെ ഈ വിജയം, ഈ കിരീട നേട്ടം. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നമസ്കാരം.